അപ്പൊ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ സാധനം, പുലാവ്. പുലാവ് എന്താ പറയണേ അതിന്. അപ്പൊ നമ്മളിനി പുലാവ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഉറക്കം നേരത്തെ നാക്കൊക്കെ ഉളുക്കുക. ഇവിടെ ഇപ്പൊ സമയം 11 മണി. അയ്യോ 10:45. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റേ ഗരം മസാലയുടെ കൂട്ട് ഇതാണ്. ഇത് ബോംബെ മിക്സറിന്റെ കൂട്ടല്ല, കുപ്പിയാണ്. ഇത് മിക്സറിന്റെ കുപ്പി മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് മറ്റേ മസാല കൂട്ടുണ്ട്. അവര് തന്ന 1 കിലോ ഞാൻ 1/2 കിലോ ആയിട്ട് പാക്ക് ചെയ്തതാണ്. ഇങ്ങനെ ടിന്നുകളിലാക്കി വെച്ചു. ഇനിയിപ്പോ വേറെ ഇനി ഇച്ചിരി കാഷ്നട്ട് കിസ്മിസ് അതൊന്നും ഇല്ലാത്തോണ്ട് ഇടണ്ട. ആകെ അച്ഛൻ എന്നോട് പറഞ്ഞില്ല വാങ്ങിക്കാൻ, ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഉള്ളത് കിസ്മിസ് ആണ്. അതാണ് മതി. കശുവണ്ടി അണ്ടിപ്പരിപ്പായിരുന്നു മെയിൻ വേണ്ടതല്ലേ, അതില്ല. അപ്പൊ അതിട്ടു ഇറക്കി കൊടുക്കാം. ഇപ്പൊ പൊട്ടി കറിക്കും ഇപ്പൊ 4 ഇഷ്ടം. ഇനി നല്ല ചൂട് വെള്ളം 3 കപ്പ് ഒഴിക്കണം. 1 കപ്പ് നമ്മൾ ഒഴിച്ചു. അങ്ങനെ പറഞ്ഞാൽ എന്നെ പോലെ ഉള്ളവർക്ക് മനസ്സിലാവില്ല. കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മനസ്സിലാവും. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. നമ്മൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഓക്കെ കേട്ടോ. ഇത് തിളയ്ക്കണം. വെജിറ്റബിൾസ് ഇടുക. ഓക്കെ. ഞങ്ങളുടെ അടുത്ത് നെയ്യ് ഉണ്ടോ? നാട്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയല്ല കേട്ടോ, നല്ല നെയ്യ് വേറെ കിട്ടും. ഇതിന് കുറച്ച് പൈസ കുറവുള്ളതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് വെച്ചാൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്യ് RKG അല്ലേ? ഇവിടെ RKG മേടിക്കാൻ കിട്ടും. 10 വേണ്ട കണ്ടു, 1000 രൂപയും കണ്ടു. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് നെയ്യൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ. ഇവിടെ ഉള്ളതിൽ കുറച്ചും കൂടി മെച്ചമുള്ളത് പിന്നെ ഖാൻ എന്ന് പറഞ്ഞൊക്കെ ഒരു ബ്രാൻഡൊക്കെ ഉണ്ട്. അതും വലിയ കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അതാണ് ഇത്രയും കട്ടയായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇടാൻ പാകത്തിനായിട്ട് കുറച്ചിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ തോണ്ടി എടുത്തോണ്ടിരിക്കണം. നമുക്ക് റൈസിൻ്റെ മുകളിൽ ദമ്മ ചെയ്യാൻ നേരത്ത് കുറച്ച് നെയ്യ് വേണം. ഇനിയിപ്പോൾ വേറെ ആവശ്യത്തിന് ഉപ്പ്. ആരും മറ്റേ ഈ ഉപ്പ് കണ്ടിട്ട് ആരും അനുകരിക്കരുത്. ഒരുപാട് ഇതൊന്നും വിചാരിക്കരുത്. കാരണം ഈ ഉപ്പിന് ഇച്ചിരി ഉപ്പ് കുറവാണ്. ഇതാരും വീട്ടിൽ പോയി അനുകരിക്കരുത്. കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ, ഒരു 10 നാരങ്ങത്താണ്. ഇനി നമ്മൾ ബസ്മതി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി വെള്ളം തിളച്ച് വരുന്ന വെള്ളത്തിലിട്ട് ചേർക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൂട്ടി വയ്ക്കുക. മല്ലിയിലയും പുതിനയിലയും ഫൈനലി ചോപ്പല്ല തണ്ടും ഇത് ഒരു ഐഡിയ ആണ്. വെജിറ്റബിൾ വേറെ വേവിച്ചിടാതെ പുലാവിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ, അതായത് ജസ്റ്റ് നമ്മൾ ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റിയിടുക. കാരണം ദമ്മിടുമ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റോളം നമ്മൾ റൈസ് സ്ലോ ഫയറിൽ കുക്ക് ചെയ്യും. ആ ടൈമിൽ വേവാവുന്ന രീതിയിൽ എന്ത് വെജിറ്റബിളാണെന്ന് പറഞ്ഞാൽ അതൊന്ന് ചെറിയ ഡൈസ് ചെയ്തിട്ട്, അതായത് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വിതറുകയാണെങ്കിൽ ആ ചെറിയ ആവിൽ കിടന്നത് നിങ്ങൾ വെന്ത് കിട്ടുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ആ വെജിറ്റബിളിൻ്റെ സത്ത് പോവില്ല, എല്ലാം റൈസിൽ തന്നെ പിടിക്കും, നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ ഈ നമ്മൾ അരി പകുതി വേവായിട്ടുണ്ട്. പകുതി വേവായി നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിയൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കാം. എന്നിട്ട് നമ്മുടെ തീ ഏറ്റവും ചെറുത് ഏറ്റവും സ്ലോ ഫയർ ഇടാൻ പറ്റും അത്ര സ്ലോ ഫയർ ഇടാം. ഒന്ന് എല്ലാ സൈഡും ഒന്ന് പൊത്തി വയ്ക്കുക. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, മല്ലിയില, പുതിനയില എന്നിവ ചേർക്കുക. ഇതാണ് ഫ്ലവ് കണ്ടില്ലേ, കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇതിനകത്തേക്ക് ആദ്യമേ ഞാൻ പറഞ്ഞ നെയ്യ് ഇച്ചിരി കൂടുതൽ ചേർക്കാൻ കുഴപ്പമില്ല. കാരണം ഇവിടുത്തെ നാട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് വികാരമില്ലാത്ത നെയ്യാണ് ഇവിടുത്തെ നെയ്ക്ക് വലിയ. പക്ഷെ ഇതിനാട്ടോ എനിക്ക് ഇഷ്ടമല്ലാതിരുന്നത്. ഈ നെയ്യ് എനിക്ക് ഇഷ്ടമല്ല.
ഷാർക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അടിപൊളിയായിരുന്നു. ആർക്കേജൊക്കെ നമ്മളൊരു സ്പൂൺ ഇട്ടാൽ മതി. ഇത് ആരും കണ്ട് പേടിക്കരുത്. ഇത്ര ഇടണോ? ഇത് ഇതിന്റെ ചുവയൊന്നും കിട്ടാതെ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. ഈ നെയ്യ് ആരും വാങ്ങിക്കരുത് കേട്ടോ, അവര് നമ്മുടെ ചാനൽ പൊട്ടിക്കും. ഇനി വരുന്നില്ല. ഏറ്റവും ചെറിയ ഇതിനകത്ത് കുറച്ചിട്ട് ഓക്കെ. ഇനി ഒരു ഫോയിൽ താഴെ ഉണ്ടിച്ചോ. നമ്മുടെ ഫോയിൽ ഇതിപ്പോൾ വെക്കണം നിർബന്ധമൊന്നുമില്ല. ഡമ്മിയാണ്. വല്ല ക്ലോത്തോ അല്ലെങ്കിൽ മൈദമാവാട്ടോ പൊട്ടിച്ചിട്ട് നമുക്ക് പിന്നെ അതൊന്നും ഏറ്റവും ഇത് കുറവാണ് ഈ സാധനം. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അടിയില്ല ഈ സാധനം. ഇത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ കമത്തി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നല്ല, ഇത് നമ്മൾ ഈശാമിന്ന് വാങ്ങിച്ചാൽ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ. ഓക്കെ. ഇത് വയ്ക്കുക ഒരു 15-20 മിനിറ്റ് മാക്സിമം. വേറെ ഒന്നും ചെയ്യണ്ട. ഏറ്റവും ചെറിയ തീയിൽ കുറച്ചിടുക. കണ്ടാൽ കണ്ണു പിടിക്കില്ല. അവർ പെക്കടിച്ച് എൻ്റെ കണ്ണുപിടിക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. 20 മിനിറ്റ് അത് കണ്ട് കാണാം. അപ്പോൾ ബായ്. ഓർമ്മ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. 20 മിനിറ്റ് ശേഷം ദമ്മ് പൊട്ടിച്ചു. ദമ്മ് പൊട്ടിക്കുമ്പോൾ കാണാൻ പോകുന്നത് പുലാവ് റെഡി ആയിരിക്കുന്നു. അത് വെന്തോന്ന് കാണിച്ചാട്ടത്. ഇനി ഇതിങ്ങനെ കൂട്ടി ഇളക്കണം. കയ്യും കൊണ്ട് വരും എപ്പോഴും ടേസ്റ്റ് ചെയ്യാം. ഞാനാണ് ഇച്ചൻ്റെ ടെസ്റ്റർ. ചൂട് ചിക്കൻ മസാല ചക്ലാസ്. പുലാവ് പ്ലേറ്റിലായിട്ട് വറുത്തതാണ്. കുറച്ച് പുലാവ് എടുത്തു, ചിക്കൻ മസാല എടുത്തു, പ്ലേറ്റിലിട്ടു. ഓക്കെ. എനിക്ക് കാലില്ലേ, കാലെവിടെ? ഓക്കെ, എനിക്ക് കാലില്ല, എനിക്കൊന്നും വേണ്ട. ഇത് സർലാസ് എടുത്തു. 2 സൂപ്പർ. അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ.